മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2018 മുതൽ 25 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. SITയുടെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ ദിവസമുണ്ടായത്. 2018 മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. PS പ്രശാന്തിനെ കുരുക്കി. അതേസമയം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും ഈ ദിവസം പുറത്തേക്ക് വരുന്നു. 2025 സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ കോടതിക്ക് കൈമാറി. ഇതേ തുടർന്നാണ് കോടതി ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ട് എന്ന നിലപാടിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് ബിനിൽ ആദ്യം ചേരുന്നുണ്ട്. ബിനിൽ, ഇന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അനുസരിച്ചാണെങ്കിൽ ഈ അന്വേഷണം ഏത് ദിശയിലാണ് ഇനി പോകേണ്ടിയിരിക്കുന്നത്? പ്രജീഷ, ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലോടുകൂടി ഈ കേസിന്റെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. കാരണം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്താൻ കഴിയുമോ എന്നുകൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ 2019 മുതൽ ഇങ്ങോട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമാണ് കേട്ടിട്ടുള്ളത്. ഹൈക്കോടതി ഒരു വർഷം കൂടി പുറകോട്ട് പോകാൻ ഇപ്പോൾ SITയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2018 ശബരിമല ശ്രീകോവിലെ വാതിലുകൾ അഴിച്ച് പുതിയ വാതിലുകൾ സ്ഥാപിക്കുന്നത്. അത് സ്വർണം പൂശുകയാണ് ചെയ്തത്. ആ സ്വർണം പൂശിക്കൊണ്ടുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് കൊണ്ടുവന്ന സമയത്ത് നടന്നിട്ടുള്ള ആ ക്രമക്കേടുകൾ, അതോടൊപ്പം തന്നെ അന്ന് വരെ ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന ശ്രീകോവിലിന്റെ വാതിൽ, അതായത് 98 വിജയ് മല്യ സ്വർണം പൂശിയ തനിത്തങ്കം പൂശിയ ആ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തി. അതിലെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് A. പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നത്. കാരണം നേരത്തെ ഈ ആദ്യം ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ച് സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ ആ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. അതിന് തൊട്ട് മുൻപ് അവിടുത്തെ കട്ടിളപ്പാളികൾ അതഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശിയതിൽ ആ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വാതിലുകളിൽ സ്വർണം പൂശിയതിൽ കൂടി ആ ബോർഡ് പ്രതിക്കൂട്ടിലേക്ക് വരുന്നു എന്നതാണ്. അതായത് 3 കാര്യങ്ങളിൽ A. പത്മകുമാർ ഉൾപ്പെട്ട ദേവസ്വം ബോർഡിന് മറുപടി പറയേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ, അതിന്റെ റിപ്ലിക്ക എടുക്കാനുള്ള, അതായത് പല ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നമ്മെ സംബന്ധിച്ചോളം. അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരു ഘട്ടം കൊടുക്കുമ്പോൾ വല്ലാത്ത അമ്പരപ്പാണ് നമ്മെ സംബന്ധിച്ചോളം. കേട്ടറിഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നു എന്നാണ് ഈ സംഭവം മാറുന്നത്. എന്നോടൊപ്പം അനന്തകൃഷ്ണനും എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് കൂടി ചേരുന്നുണ്ട്. അനന്തൻ, നമ്മളിപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട് ഈ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ്സ് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി പല ബ്രേക്കിങ്ങുകളും, നമ്പർ ഓഫ് ബ്രേക്കിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ അത്ഭുതം ഈ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചോളം തോന്നുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞതുപോലെ അവിടേക്കൊക്കെ അന്വേഷണം പോകുമോ എന്നുള്ളതും നമുക്ക് വലിയൊരു ആശ്ചര്യമായി മാറുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇന്നത്തെ കോടതിയുടെ ഈ വിലയിരുത്തലും നിർദ്ദേശത്തോടു കൂടി ഇനി അടുത്ത സംഭവിക്കാൻ പോകേണ്ടത്? കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. കാരണം നമ്മൾ ഈ അന്വേഷണം തുടങ്ങി, ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണവും SITയുടെ അന്വേഷണത്തിൻ്റെ തുടക്ക സമയത്തും മാതൃഭൂമി ന്യൂസ് നമുക്ക് കിട്ടിയ രേഖകൾ നമ്മളൊരു അന്വേഷണം നടത്തിയിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിലും ഒപ്പം തന്നെ ഈ CK വാസുദേവൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവർ സഞ്ചരിച്ച വഴികളിലൂടെയും ഇവരുടെ ചില രേഖകളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാ പോസ്റ്റുകളും ഒക്കെ ബന്ധപ്പെട്ട് നമ്മളൊരു അന്വേഷണം നടത്തി കുറേ സാധനങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തു. അന്ന് നമ്മളൊരു കൺക്ലൂഷനിലെത്തി. അന്ന് നമ്മളെടുത്തിയ കൺക്ലൂഷൻ, ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ ഒന്നും ചെയ്തിട്ടില്ല, ഇതവർ കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളൊരു കൺക്ലൂഷനില്ല. അപ്പോൾ ആ കൺക്ലൂഷനിലേക്കാണ് ഹൈക്കോടതിയും എത്തുന്നതെന്നാണ് ഇന്നത്തെ നടപടികൾ കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഇതിനിടയ്ക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പങ്കജ് ഭണ്ഡാരയുടെയൊക്കെ മൊഴികൾ പുറത്തു വന്നിരുന്നു. ഞങ്ങളിത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉരുക്കി ഗോൾഡ് എടുത്തു, അത് പിന്നീട് ഏറ്റവും ഒടുവിൽ വന്നത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണക്കടക്കാരന് വിറ്റു, അയാൾക്ക് 14 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നുള്ള മൊഴിയും ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ നമുക്കുണ്ടായ സംശയം, ഇതിങ്ങനെ തന്നെ അവസാനിക്കുകയാണോ? അങ്ങനെ വന്നാൽ പോലും ഇത്രയും വലിയ ഉദ്യോഗസ്ഥ ലോബിയും അതിനു മുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ലോബിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു 14 ലക്ഷം രൂപയുടെ വെറും ഗ്രാമിന് 3000 വെച്ചുള്ള സ്വർണ്ണക്കച്ചവടമാണോ നടന്നതെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ പുതിയ പേരൊക്കെ വരുന്നു. ഇന്റർനാഷണൽ ആന്റിക് ഡീലറുടെ പേര് വരുന്നു. അപ്പോൾ ഞാൻ പരിശോധിക്കുമ്പോൾ അയാൾ വലിയ കൊള്ളക്കാരനാണ്, അയാൾ വലിയ കേസുകളിലൊക്കെ പെട്ട ആളാണ്. അപ്പം ശബരിമല നമ്മളിപ്പോൾ ഈ എഴുതി കാണിക്കുന്ന പോലെ ശബരിമല മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോകാൻ ഇന്റർനാഷണൽ ആന്റിക് വേൾഡിലേക്ക്, അതൊരു പ്രത്യേക യൂണിവേഴ്സാണ്,
പ്രത്യേകിച്ച് സാധാരണ ഇപ്പൊ ഞാൻ നേരത്തെ പ്രതീക്ഷയോട് പറഞ്ഞ പോലെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പല കമന്റുകളും യൂട്യൂബിലൊക്കെ നമ്മൾ വാർത്തകൾ മുഴുവൻ ആളിടുമായിരുന്നു. അതായത് അയ്യപ്പൻ അവിടെ ഉണ്ടോ, അയ്യപ്പന്റെ വിഗ്രഹം അവിടെ ഉണ്ടോ, അതും ഇനി കടത്തിയോ. ഒരു പക്ഷേ അനന്തൻ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇത് കാണാതെ പോയിരുന്നെങ്കിൽ അതും ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ ഇന്റർനാഷണൽ ആന്റിക് കള്ളക്കടത്തുകാരുടെ പേരുകൾ കൂടി വരുമ്പം നമ്മളന്ന് ആലോചിക്കണം ആ വിപണിയിൽ എന്താ നടക്കുന്നത്. കാരണം നമ്മൾ ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്ന ഒരു യൂണിവേഴ്സാണ് ഈ ഇന്റർനാഷണൽ ആന്റിക് ബ്ലാക്ക് മാർക്കറ്റ്. അവിടെ എന്ന് വെച്ചാൽ ഒരു സാധനം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു മൊന്ത എടുത്തുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ അതിന് ഇവിടെ മെറ്റൽ വില 30 രൂപ കാണും. ഇത് മറ്റേ ബ്ലാക്ക് മാർക്കറ്റ് ആന്റിക് യൂണിവേഴ്സിലേക്ക് വരുമ്പം അവൻ മോഹവില പറയും. ഇതിനൊരു ഇത്ര ഡോളർ എന്ന് പറയും, $1 മില്യൺ എന്ന് അവൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടെ ഇതാണ് ലേലം വിളിയാണ് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ രവിവർമ്മയുടെ ഒക്കെ ചിത്രങ്ങൾ വിൽക്കുന്നില്ല. അതുപോലുള്ള കച്ചവടത്തിനാണ് ഇത് കൊണ്ടുപോയെന്നുള്ള സംശയമാണ് ഇപ്പം ഉയരുന്നത്. രാജീവ്, അതായത് അനന്തനായാലും ബിനിലായാലും അബിലാലും ഒക്കെ തന്നെ നൽകിയ വാർത്തകൾ ശരിവെക്കുന്ന ഓരോ റിപ്പോർട്ടുകളാണ് കോടതിയിൽ സമീപമെത്തുന്നത്. അന്നൊക്കെ നമ്മൾ ഈ ചിലതൊക്കെ ഊഹാപോഹത്തിൽ പല ചാനലുകളും പല വാർത്തകൾ അടിക്കും. നമ്മൾ അനന്തനെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓരോ ആളുകളുടെയും പേരുകൾ അവരെങ്ങോട്ടാണ് പോയിട്ടുള്ളത്, ഈ സ്വർണത്തിന്റെ പോക്ക് 2019 മുതൽ ഏത് ദിശയിലാണ് സഞ്ചരിച്ചിരുന്നത്. അന്നൊക്കെ വാർത്താ സമ്മേളനങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന പത്മകുമാർ വളരെ പൊട്ടിത്തെറിച്ച് നമ്മുടെ മാധ്യമത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു പോയി. വാസുവിന്റെ 17/10/2025 ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റ് നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് പ്രശാന്തിന്റെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ നമ്മളെ പേരെടുത്താണ് പറഞ്ഞ് നമ്മളെ പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച വസ്തുക്കൾ അന്വേഷിച്ചാണ് പോയത്. ഇപ്പോൾ ഈ എത്തിയിരിക്കുന്ന ഈ അന്വേഷണവും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും നൽകപ്പെടുമ്പോൾ ഇനി അന്വേഷണം എവിടേക്കാണ് പോകേണ്ടത്? ഇപ്പം പ്രജീഷിൻ്റെ ആദ്യ ചോദ്യത്തിന് അനന്തൻ പറഞ്ഞത് പ്രതീക്ഷയുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പുരോഗതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഈ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 കാര്യമുണ്ടല്ലോ, അവരുടെ വിശ്വാസത്തെ മൊത്തം ഹനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, അതും ഇത്രയും വലിയ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നത് വിശ്വാസികളുടെ പ്രശ്നം. പിന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് പറയുന്ന പ്രശ്നം. പിന്നെ നമ്മളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാതൃഭൂമി ന്യൂസ് തുടക്കം മുതൽ ഇതിൻ്റെ ആദ്യം മുതൽ നിരന്തരമായിട്ട് ഇതിൻ്റെ പുറകെ നിന്ന് ഇത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഓരോ ചലനങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നോക്കുമ്പോൾ ഇത് പ്രതീക്ഷ നൽകുന്നതാണ് കോടതിയുടെ ഇടപെടൽ. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു വിഭാഗമുണ്ട്, നമ്മളെ പിടിക്കുമോ, എപ്പോഴാണ് ഞാൻ അകത്താകുന്നത് എന്ന് ചങ്കിടിപ്പോട് കൂടി കഴിയുന്ന ഓരോ വിക്കറ്റുകൾ വീഴുമ്പോഴും നെക്സ്റ്റ് വിക്കറ്റ് എൻ്റെ അടുത്തേക്കാണ് ഇത് വരുന്നത്. എൻ്റെ പങ്ക് എപ്പോഴാണ്? ഇപ്പോൾ ആദ്യമൊന്നും ഈ പറയുന്ന പത്മകുമാറോ അല്ലെങ്കിൽ ഈ വാസു അങ്ങനെയുള്ള മുരാരി ബാബു ഇവരാരും ആദ്യം വെളിച്ചത്ത് വരുന്നില്ലല്ലോ. ആദ്യമേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒറ്റ ഒരാളിൽ ഊന്നിക്കൊണ്ടാണ് ഈ അന്വേഷണം മൊത്തം നടന്നതുമല്ല. പക്ഷേ അപ്പോൾ നമുക്കറിയാമായിരുന്നു ഇത് ദേവസ്വം ബോർഡിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ പിന്തുണ കൊടുക്കാതെ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ പുറത്ത് ഓരോന്നോരോന്നായിട്ട് ഇത് പുറത്തു വരുന്നു. ഇനിയും ആളുകൾ പുറത്തു വരാനുണ്ട്. ഇപ്പോൾ ഈ ഇന്റർനാഷണൽ ആന്റിക് ഡീലിംഗ് നടത്തുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ബന്ധങ്ങൾ ഇനിയും വലുതായിരിക്കും. ഓരോന്നും ഒരു കാര്യം, ഈ വാസുവും CPM ഈ ഭരണകർത്താക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. അവരൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇവരിലേക്കൊക്കെ കോടതി പറയുമ്പോഴും മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴും പത്മകുമാറിലേക്ക് എത്തിക്കും. ഇത്രയും ദിവസമായി പത്മകുമാറിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. വാസുവിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു അറസ്റ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടും അതുണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഉന്നത ബന്ധങ്ങൾ, ഈ രാഷ്ട്രീയ സ്വാധീനം ഈ അന്വേഷണത്തെ ബാധിച്ചേക്കാമെന്നൊരു സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ? അല്ല, ഇത് സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ സംശയിക്കുന്നവർ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു നമുക്ക് സത്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയുള്ളത്, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. ഇത്തരത്തിൽ മേൽനോട്ടം അന്വേഷണത്തിൻ്റെ ഓരോ പുരോഗതിയും സംബന്ധിച്ച് എന്താണ് അതിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കുക. ഇത് മാധ്യമങ്ങളുടെ അടുത്തെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ട് നടക്കണം. ഇപ്പോൾ ഈ കോടതിയിലുള്ള നടപടികളാണെങ്കിൽ ഇന്ന് എത്രത്തോളം ആ ഒരു കാര്യത്തിലൊക്കെ കോടതി ശ്രദ്ധ വയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി ഇതിനകത്ത് വളരെ വിജിലൻ്റായിട്ട് കോടതി കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു നിരീക്ഷണം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ നിരീക്ഷണത്തിൽ നടക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ സംവിധാനത്തിലുള്ള അന്വേഷണ സംഘമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇപ്പോൾ അതെ, ചവിട്ടിപ്പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ വാസു അതല്ലെങ്കിൽ പത്മകുമാർ ഇവരൊക്കെ ഇതിനകത്തേക്ക് പ്രതിപട്ടികയിൽ വരികയും അല്ലെങ്കിൽ ഇവർക്ക് ചോദ്യം ചെയ്യൽ ഒരാളുടേത് കഴിഞ്ഞു, വാസുവിൻ്റെത് കഴിഞ്ഞു, അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ CPM ഉണ്ടാക്കുന്ന തിരിച്ചടി, ഡാമേജ് എന്ന് പറയുന്നത് വലുതായിരിക്കും. കാരണം
ഈ വിശ്വാസികളുടെ ഒരു കാര്യത്തിൽ, ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ, ശബരിമല അയ്യപ്പന്റെ കാര്യത്തിൽ ഇങ്ങനെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളത് വന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ അത് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ അന്വേഷണ സംവിധാനത്തെയൊക്കെ നമ്മളിനി എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാധീനിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് തടയുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് അവർ ഔദ്യോഗികമായിട്ട് ഇതിന് ചില പരിമിതികളുണ്ട്. ആശയവിനിമയങ്ങൾ നടത്തുന്നതിനൊക്കെ പരിമിതികളുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു നീക്കങ്ങൾ ദിവസങ്ങൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വാസുവിന് എന്തായാലും ഹൈക്കോടതി കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞല്ലോ. ഇനി അവർക്ക് ഈസി ആയിട്ട് പോയി പിക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുമോ ആനന്ദൻ? അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് ഈ അന്വേഷണ ഏജൻസിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മറ്റു രീതിയിലുള്ള, അതായത് ഇത് ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും പങ്കജ് ഭണ്ഡാരിയിലും ഗോവർദ്ധനിലും മാത്രം നിൽക്കുന്നില്ല. അതിന് മുകളിലേക്ക് അന്വേഷണം പോകും എന്നുള്ള സൂചനകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വന്നിരുന്നു. മാത്രമല്ല വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും തീരുമാനവും SIT എടുത്തിരുന്നു എന്നുള്ള ചില വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രിയിൽ പോലും അതിനുള്ള ഒരു നീക്കം അങ്ങനെ ഒരു വിവരം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇന്ന് കോടതിയിൽ പോകുന്നതിന് മുമ്പ്. പക്ഷേ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം രാജുവേട്ടൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ രാഷ്ട്രീയമായ ഇടപെടലിന് സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇതിനകത്ത് SIT അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് നിയമപരമായ, ഇത് ഇങ്ങനെയല്ലല്ലോ, ഇത് ചാർജ് ഷീറ്റായി കോടതിയിൽ എത്തുമ്പോൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ കൂടി ഇവർ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയപ്പോൾ ഹൈക്കോടതി, ഇത് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഇത് ഡയറക്റ്റ് കോടതി ഇൻവെസ്റ്റിഗേറ്ററായി മാറുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായിട്ട് ഹൈക്കോടതി നിൽക്കുകയാണ്. അത് തന്നെ ചില നിയമവൃത്തങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഹൈക്കോടതി ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ഉന്നതരുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഈ ഉന്നതരെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായ എവിഡൻസ് വേണം. കഴിഞ്ഞ ദിവസം ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ഈ സ്വർണ്ണക്കൊള്ള തെളിയിക്കണമെങ്കിൽ ആദ്യം അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു തെളിയിക്കണം. അപ്പോൾ അതിനുള്ള ആകെ രേഖ ഇവരുടെ പക്കലുണ്ടായിരുന്നത് ഈ വിജയമല്യ ഇങ്ങോട്ട് കൊടുത്തൊരു കത്താണ്. പക്ഷെ പിന്നീട് അത് SIT തന്നെ മരാമത്തിൽ നിന്ന് പിടിച്ചെടുത്തു, ഇവരുടെ കയ്യിലുള്ള ശാസ്ത്രീയമായ രേഖ. അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതിനകത്ത് മറ്റൊരു പ്രശ്നമായിരുന്നു, ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമ്പോൾ അഴിമതി നിരോധന നിയമം ചേർക്കാതെ എങ്ങനെ ഇവരുടെ കേസ് നിൽക്കും എന്നുള്ളൊരു ചോദ്യം നിയമവൃത്തങ്ങളിൽ തന്നെ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞു അത് ആ വകുപ്പും കൂടി ഇടുന്ന കാര്യം പരിഗണിക്കണം. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവരെ ഭക്തരെ സംബന്ധിച്ചോളം അവർക്ക് തൃപ്തികരമായ രീതിയിൽ ക്ലൈമാക്സ് സംഭവിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് നേരത്തെ ഇതൊരു ഇന്റർനാഷണൽ ഒരു ഹോളിവുഡ് സിനിമയുടെ തന്തുപോലെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് വീണ്ടും കുഴഞ്ഞൊരു ലോക്കൽ മലയാള പടം ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വീണ്ടും അതിനകത്തൊരു വലിയ പ്രതീക്ഷ വരികയാണ്. ഈ വിശ്വാസികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളാണെങ്കിലും അയ്യപ്പന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യമാണ്. അയ്യപ്പനെ തൊട്ടാൽ വാസുവിൽ നിന്നും ഇങ്ങനെ വാസു ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് രാജീവേട്ടൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പം നമുക്ക് ഈ വാസു എന്നുള്ളത് മാത്രമല്ല, അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഇതിന്റെ നേതൃസ്ഥാനത്തുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വിശ്വാസമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും. ഇപ്പോൾ വിശ്വാസമുള്ളവർ ഇവർ പലരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസമുള്ളവർ അയ്യപ്പന്റെ പേര് എപ്പോഴും എടുത്ത് പറയുന്ന ആളുകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരും വിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഒരു ക്ഷേത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പക്ഷേ ഈ പുറത്തു നിൽക്കുന്ന ഇത്രയും വലിയ വിശ്വാസ ലക്ഷ്യങ്ങളെ അവരുടെ വികാരങ്ങളെ എങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്നു. അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉള്ളത്, ഈ 2019 മുതൽ 2025 വരെയുള്ള ബോർഡുകൾ ഇതിന് കൂട്ടുനിൽക്കുമ്പോൾ ഈ ബോർഡുകളെല്ലാം പ്രത്യേകം വ്യക്തികളാണ്, 2 വർഷം കൂടുമ്പോൾ മാറുന്നവരാണ്. അപ്പോൾ അവരെ കോമൺ ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ടോ എന്നുള്ളത് ഈ അന്വേഷണ സംഘങ്ങൾക്ക് സംശയമുണ്ട്. അതൊരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ആണോന്നില്ല. തീർച്ചയായും അങ്ങനെ നിരവധി സംശയങ്ങളാണ് ഉള്ളത്. അപ്പോൾ നെല്ലും പതിരും തിരഞ്ഞുകൊണ്ട് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പ്രതലമാണിപ്പോൾ ഹൈക്കോടതി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മല കയറിയ കൊള്ളക്കാർക്ക് കയ്യാമം വീഴുക തന്നെ വേണം.